ഹലോ ഫ്രണ്ട്സ്, ഹോട്ട് വീൽസ് പ്രാന്തൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇവിടെ കടകളിൽ നിന്നും ഹോട്ട് വീൽസും വണ്ടികളൊന്നും കിട്ടാത്ത കാരണം ഞാൻ ഓൺലൈൻ കുറച്ച് വണ്ടികൾ മേടിച്ചു. ഇവിടെ കാനഡയിലും ഓൺലൈൻ വണ്ടികൾ കിട്ടാൻ പാടാണ്. അത് കാരണം ഇതിപ്പോൾ ഞാൻ US നിന്നാണ് മേടിച്ചത്. ഇത് 3000 ടോയ്സ് എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റാണ്. അത് അവിടെ നിന്ന് മേടിച്ചതാണ്. ഇതിനകത്ത് ഗ്രീൻ ലൈറ്റിൻ്റെ 4 വണ്ടികളുണ്ട്. പിന്നെ ഇത് US തന്നെ ആമസോണിൽ നിന്ന് മേടിച്ചതാണ്. ഇതിൽ 5-6 വണ്ടികളുണ്ട്. ഹോട്ട് വീൽസും പിന്നെ വേറെ ഏതൊക്കെയോ ആണ്. ഓക്കെ, നമുക്കപ്പോൾ ആദ്യം ഈ 3000 ടോയ്സിൽ നിന്ന് മേടിച്ച വണ്ടികൾ തുറന്നു നോക്കാം. നല്ല പാക്കേജിങ് ഒക്കെയാണ്. ആദ്യമായിട്ട് നമ്മുടെ ഗോഡ് ഫാദർ തന്നെയാണ് പുറത്തോട്ട് വന്നത്. ഇത് ഗോഡ് ഫാദർ മൂവിയിലെ അവരുടെ ഫാമിലിയിൽ ഉള്ള വണ്ടിയാണിത്. പല സീനുകളിലും ഈ വണ്ടി അവർ കാണിക്കുന്നുണ്ട്. ഈ സിനിമ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടുവെക്ക്, അടിപൊളി സിനിമയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ സിനിമ. അപ്പം അതിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ടാണ് ഈ വണ്ടി കണ്ടപ്പോൾ മേടിക്കാൻ തോന്നി. നല്ല അടിപൊളി ഡീറ്റെയിൽസ് ഉണ്ട്. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പെട്ടെന്ന് നമ്മുടെ അംബാസഡർ പോലെയൊക്കെ ഇരിക്കണേ. പക്ഷേ ഇത് 1955 കാഡിലാക് ഫ്ലീറ്റ്വുഡ് സീരീസ് 60 എന്നാണ് വണ്ടിയുടെ പേര്. ഇതിൻ്റെ ടെയിൽ ലൈറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഓക്കെ, അടുത്തത് ഇത് A-Team എന്ന് പറഞ്ഞ സിനിമയിലെ GMCയുടെ വാനാണ്. ഞാൻ ആ സിനിമ കണ്ടപ്പോൾ ഈ വണ്ടി ശ്രദ്ധിച്ചായിരുന്നു. 3000 ടോയ്സിൻ്റെ വെബ്സൈറ്റിലും ഇത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലായി. അപ്പോൾ അത് മേടിച്ചേക്കാമെന്ന് വിചാരിച്ചു. നൈസ് ഡീറ്റെയിൽസ് ഉണ്ട്. ഫ്രണ്ടിൽ നിന്ന് കാണാൻ ഒരു രക്ഷയില്ല. നല്ല എന്താ പറയുക, ടഫ് ലുക്കാണ്. പിന്നെ ഈ കളർ കോമ്പിനേഷനൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ വണ്ടി ഈ സിനിമയിൽ വന്ന് പിന്നെ കുറേ പേര് ഈ വണ്ടി മേടിച്ചിട്ട് ഇതുപോലെ മോഡിഫൈ ചെയ്യുന്നുണ്ട്. 1-2 ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ട്. ഓക്കെ, അടുത്തത് ഗോൺ ഇൻ 60 സെക്കൻഡ്സിലെ 1967 ഫോർഡ് മസ്താങ് എലനോറാണ്. നിങ്ങളൊരു വണ്ടിപ്രാന്തനാണെങ്കിൽ ഈ സിനിമ എന്തായാലും കണ്ടിരിക്കണം. ഞാൻ ചെറുപ്പത്തിൽ സ്റ്റാർ മൂവീസിലും HBO-യിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇത് വരുമായിരുന്നു. ഞാൻ എല്ലാ പ്രാവശ്യവും കുത്തിയിരുന്ന് കാണുമായിരുന്നു. ഈ സിനിമ ഇപ്പോൾ രണ്ട് പ്രാവശ്യം ഇറങ്ങിയിട്ടുണ്ട്. 1974 ഇറങ്ങിയിട്ടുണ്ട്, 2000 ഇറങ്ങിയിട്ടുണ്ട്. ഈ 2000 ഇറങ്ങിയ ഗോൺ ഇൻ 60 സെക്കൻഡ്സ് കണ്ടാൽ മതി. അതിൽ നിക്കോളസ് കേജാണ് അഭിനയിക്കുന്നത്. അപ്പോൾ അതിനകത്ത് പുള്ളിയുടെ വണ്ടിയാണിത്, അവസാനത്തെ വണ്ടി. സംഭവം എന്താണെന്ന് വെച്ചാൽ പുള്ളിയുടെ അനിയനെ കള്ളന്മാർ തട്ടിക്കൊണ്ടുപോകും. അപ്പോൾ അനിയനെ വിട്ടു തരണമെങ്കിൽ പുള്ളിക്കാരൻ്റെ അടുത്ത് 48 വണ്ടികൾ മോഷ്ടിച്ചിട്ട് കൊടുക്കാൻ പറയും. അതിനെക്കുറിച്ച് അതാണ് സിനിമയുടെ ഒരു തീം. നല്ല രസമാണ്, കണ്ടുവെക്ക്. അപ്പം അതിലെ മസ്താങ്ങാണിത്. ഒരെണ്ണം കൂടി ഉണ്ട്. ഓക്കെ, ഇത് 2017 ഫോർഡ് GT ആണ്. ഫോർഡ് GT എനിക്ക് ഇഷ്ടമുള്ള വണ്ടിയാണ്. ഹോട്ട് വീൽസിൻ്റെ മെയിൻ ലൈൻ സീരീസ് എൻ്റെ കയ്യിലുണ്ട് ഒരെണ്ണം. ഈ അടുത്തൊരെണ്ണം കിട്ടിയായിരുന്നു. അത് പക്ഷേ പഴയ മോഡലാണ്. ഇത് പക്ഷേ ലേറ്റസ്റ്റ് ഇറങ്ങിയതാണ്, 2017 ആണ്. നല്ല GT പെയിൻറ്റിങ്ങും നല്ല ബ്ലാക്ക് കളറും ഗോൾഡൻ വീൽസും ആണ്. ഇല്ല, തെറ്റ് പറയാനില്ല, നല്ല ഡീറ്റെയിൽസ് ആണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ആമസോണിൽ നിന്ന് മേടിച്ച വണ്ടികൾ ഏതൊക്കെയാണെന്ന് നോക്കാം.
ആദ്യമായിട്ട് മാച്ച് ബോക്സിൻ്റെ വണ്ടിയാണ് ഇത്. പഗാനി ഹുവായറ റോഡ്സ്റ്റർ. ഇതെന്താ ഇതിൻ്റെ പേര് എങ്ങനെയാണ് പറയണതെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. എനിവേ ഹോട്ട് വീൽസിനും ഈ കാസ്റ്റിംഗ് ഉണ്ട്, അതെനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഇപ്പോൾ മാച്ച് ബോക്സിൻ്റെ കണ്ടപ്പോൾ മേടിക്കാമെന്ന് വിചാരിച്ചു. അത്യാവശ്യം നല്ല ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്, നല്ലൊരു വൈറ്റ് കളറുമാണ്. പക്ഷേ ഈ വീൽസ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഇത് മാച്ച് ബോക്സ് കളക്ടേഴ്സ് സീരീസ് എന്തോ ആണ്. ഓക്കെ, ഓപ്പൺ റൂഫാണ്. ഇത് കൺവെർട്ടബിൾ ആണെന്ന് എനിക്ക് തോന്നണില്ല. എനിക്ക് തോന്നുന്നു ഇത് റൂഫില്ല എന്ന് തോന്നുന്നു ഇതിന്. അതാണല്ലോ റോഡ്സ്റ്റർ. ഓക്കെ, അടുത്തത് ഇത് ഹോട്ട് വീൽസിൻ്റെ പ്രീമിയം വണ്ടിയാണ്. കാർ കൾച്ചർ സീരീസാണ്. അതിൽ എക്സോട്ടിക് എൻവി അങ്ങനെ എന്തോ സംഭവമാണ്. ഇപ്പോൾ വണ്ടി ആസ്റ്റൺ മാർട്ടിൻ വാൽഹല കോൺസെപ്റ്റ്. ഇത് സൂപ്പർ കാറാണ്. എനിക്ക് തോന്നുന്നു ഇത് ആസ്റ്റൺ മാർട്ടിൻ്റെ ലേറ്റസ്റ്റ് വണ്ടിയെന്ന് തോന്നുന്നു. ഈ സീരീസിലെ ഇതൊക്കെ അടിപൊളി വണ്ടികളാണല്ലോ. മെക്ലാരൻ സെന ഉണ്ട്, പിന്നെ ആസ്റ്റൺ മാർട്ടിൻ വൾക്കൻ, പിന്നെ ഈ വണ്ടി വാൽഹല. ഇത് നമ്മുടെ ഇതാണ് ഈ വണ്ടി. പിന്നെ ബുഗാട്ടി ഉണ്ട്, പിന്നെ ലംബോഗിനി ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ നല്ല വണ്ടികളാണ്. ഇതൊക്കെ കിട്ടുകയാണെങ്കിൽ ഇതും കളക്ട് ചെയ്യണം. ഓക്കെ, വലിയ കുഴപ്പമില്ല കാസ്റ്റിംഗ്. അടുത്തതും ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിലെയാണ്. ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിലെ ഫ്യൂരിയസ് ഫ്ലീറ്റ് എന്നാണ് ഇതിൻ്റെ പേര്. അതിലെ കസ്റ്റം മസ്താങ്. എനിക്ക് തോന്നുന്നു 2017 എന്തോ മോഡലാന്ന് തോന്നുന്നു മസ്താങ്. നൈസായിട്ടുണ്ട്. പ്രീമിയം കാസ്റ്റിംഗ് കാരണം അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മേളിലൊരു വൈറ്റ് സ്ട്രൈപ്പും പോകുന്നുണ്ട്. അൺബോക്സ് ചെയ്യുമ്പോൾ ഒന്നും കൂടെ ഭംഗിയുണ്ടാവും. ഓക്കെ, അടുത്തതും ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിലെയാണ്. ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിലെ ഫുൾ ഫോഴ്സ് സീരീസിലെയാണ്. അതിൽ ജാഗ്വർ XC-SV പ്രൊജക്റ്റ് 8. ഈ കാസ്റ്റിങ്ങിൻ്റെ മെയിൻ ലൈൻ വണ്ടി എൻ്റെ നാട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു ഗ്രീൻ കളറിൽ. ഇത് പക്ഷേ പ്രീമിയമാണ്. ഈ സീരീസിലെ വേറെ ഏതെങ്കിലും വണ്ടി എൻ്റെ അക്യൂറ NSX കിട്ടിയായിരുന്നു എൻ്റെ. ബാക്കിയുള്ള വണ്ടികളൊന്നുമില്ല. ഓക്കെ, ഇതിലും ഒരു സ്ട്രൈപ്പ് ഉണ്ട് മേളിൽ. ഇതിൻ്റെ റൂഫ് വേറെ കളറാണ്. ഓക്കെ, ഈ വീൽസ് എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല. എന്നാലും കുഴപ്പമില്ല. ഓക്കെ, ഇനി അടുത്ത വണ്ടി. യെസ്, ഇത് ഞാൻ കുറേ നാളായിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. നൈറ്റ് റൈഡറിൻ്റെ KITT. ഇതൊരു TV സീരീസിലെ വണ്ടിയാണ്. ഈ വണ്ടിയുടെ ശരിക്കുള്ള പേര് ഞാൻ മറന്നുപോയി. പ്ലൈമോത്ത് എന്തോന്ന് തോന്നണു. ഇതിലുണ്ടോ? ഇതിലില്ല. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ തന്നെ വേറെ വണ്ടി എൻ്റെ കയ്യിലുണ്ട്. ബേസിക്കലി ഇത് രണ്ടും സെയിം വണ്ടിയാണ്. അപ്പോൾ ആ സീരീസിനകത്ത് സാധാരണ സീനുകളിലെല്ലാം വണ്ടി ഇതുപോലെയാണ് ഇരിക്കുന്നത്. പക്ഷെ കള്ളന്മാരെ പിടിക്കാനൊക്കെ പോകുമ്പോൾ വണ്ടി ട്രാൻസ്ഫോം ചെയ്ത് ഇതുപോലെയാവും.
ഈ മോഡിഫിക്കേഷൻസൊക്കെ വരും. ഈ ലൈറ്റൊക്കെ ഇങ്ങനെ പൊങ്ങി വന്ന് സ്പോയിലർ വരും. പിന്നെ ഫ്രണ്ടിലും ഈ ഗാർഡ് പോലത്തെ സാധനമൊക്കെ വരും. അതാണ് ഇതിൻ്റെ സൂപ്പർ പെർസ്യൂട്ട് മോഡ് എന്നാണ് ഇതിനെ പറയണേ, ഈ കാസ്റ്റിങ്. ഇത് സാധാരണ KITT. ഓക്കെ, അടുത്തത് യെസ്. ഇതിന് പ്രത്യേകിച്ച് ബ്രാൻഡൊന്നുമില്ല. ഇത് ഈ സ്റ്റിക്കർ കണ്ടാൽ നിങ്ങൾക്കറിയാം ഇത് ഏത് വണ്ടിയാണ്. ഇത് സുബ്രു ആണ്. സുബ്രു $10 എന്തായിരുന്നു. പക്ഷെ എനിക്കിത് എൻ്റെ റിവ്യൂസൊക്കെ കണ്ടപ്പോൾ എല്ലാവരും നല്ലതെന്ന് പറഞ്ഞ് ഇപ്പോൾ അങ്ങനെ മേടിച്ചതാണ്. മോനെ അടിപൊളിയായിട്ടുണ്ട്. സുബ്രു 2007 സുബ്രു WRX STI ആണ്. റാലി വേർഷനാണിത്. അതിൻ്റെയാണ് ഈ സ്പോയിലർ. ഈ സ്പോയിലർ ഭയങ്കര ഇഷ്ടമാണ്, ഇങ്ങനത്തെ ഡിസൈനുള്ളത്. അടിപൊളി ഡീറ്റെയിൽസും ഉണ്ട്. ഇത് പക്ഷേ സംഭവം വലിയ വണ്ടിയാണ്. സാധാരണ ഹോട്ട് വീൽസിൻ്റെയൊക്കെ സ്കെയിൽ വെച്ച് നോക്കുമ്പോൾ ഇത് 1:64 ആണ്. അതിനേക്കാളും ഭയങ്കര വലുതാണ്. ഇതിൻ്റെ ഡബിളുണ്ട്. മിക്കവാറും ഇത് 1:32 ആയിരിക്കും ഈ സുബ്രു. ഫ്രണ്ടിലും നല്ല ഡീറ്റെയിൽസ് ഉണ്ട്. ഡോറ് തുറക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ റോൾ കേജൊക്കെ ഉണ്ട്. ഈ സൈഡിലെ ഡോറ് നോക്കട്ടെ. നൈസായിട്ടുണ്ട്. സീറ്റും എല്ലാം അടിപൊളിയായിട്ട് കാണാം. വീൽസും ഇത് പുൾ ബാക്കാണ്. പുൾ ബാക്കിൻ്റെ ആ മോട്ടറാണ് ഇവിടെ ഇരിക്കണത്. യെസ്, അത്യാവശ്യം ഓടിച്ച് കളിക്കാൻ പറ്റിയ സാധനമാണ്. ഞാൻ പക്ഷെ ഓടിച്ചൊന്നും കളിക്കില്ല, എനിക്ക് വെറുതെ കണ്ടാൽ മതി ഇതൊക്കെ. ഓക്കെ, അങ്ങനെ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വണ്ടികൾ. ഈ വണ്ടികളുടെയൊക്കെ അൺബോക്സിങ് ഉടനെ വരുന്നതായിരിക്കും. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.